നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് ദളിത് ആദിവാസി സംഘടനകളുടെ ഹർത്താൽ. SC ST ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും SC ST വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പാക്കാനും ഓഗസ്റ്റ് 1 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് ഹർത്താൽ ആചരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജന പ്രസ്ഥാനങ്ങളും രാജ്യത്ത് ഇന്ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിസർവേഷൻ ബച്ചാവോ സംഘർഷ് സമിതിയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ തരം ക്രിമിലിയർ നയങ്ങളും റദ്ദാക്കുക, SC ST ലിസ്റ്റിൽ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. അതേസമയം ഹർത്താൽ ദിവസം കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. ഹർത്താലിനോട് യോജിപ്പുള്ളവർക്ക് കടകൾ അടച്ച് സഹകരിക്കാമെന്നും അല്ലാത്തവർക്ക് തുറക്കാമെന്നുമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിലപാട്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്നും സംഘടനാ ഭാരവാഹി അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട ജില്ലയിൽ സർവീസ് മുടങ്ങിയേക്കാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലയിലൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മറ്റ് ജില്ലകൾക്കൊന്നും തന്നെ പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല. സ്കൂള് തുറന്ന് പ്രവർത്തിക്കുകയും ഒക്കെയാണ്. മറ്റ് ബസ്സുകൾക്കൊന്നും തന്നെ അസൗകര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം സെക്രട്ടറിയുടെ ഭാഗത്തേക്ക് മാർച്ച് അടക്കമുള്ളവ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു.